നമ്മളിതിൽ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമ്മൾ വെളുത്തുള്ളി എടുത്തു, പിന്നെ ഇഞ്ചി ഇട്ടു, ഇതെല്ലാം പേസ്റ്റാക്കി അരച്ചതാ ഇതിൽ വെച്ച്. ഗൈസ് ചിക്കനിൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഇത്രയും ഐറ്റംസ് കിട്ടുന്നു. ഗൈസ് ആ കോൺഫ്ലവറും കൊട്ടിയിട്ടുണ്ട്. ഇനിയൊരു അല്പം ഉപ്പ് കൂടി ഇടുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച്. കുറച്ച് കളറിന് വേണ്ടി മുളക് പൊടി കൊണ്ട് ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാണ്. നന്നായിട്ട് ഇളക്കിയാലാണ് മസാല കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. എന്നിട്ട് അല്പം നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ചില്ലിക്ക് കറക്റ്റായിട്ട് ചേരുവകളെല്ലാം പിടിച്ച് റെഡിയാക്കാൻ പറ്റും. ഗൈസ് നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചാ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി അല്പം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില്ലി ഉണ്ടാക്കാൻ പോവാണ്. ഗൈസ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ അടുപ്പത്ത് വെക്കട്ടെ. ചട്ടിയൊക്കെ വെച്ച് സ്റ്റവ് ഓണാക്കി എണ്ണയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരെ വേണ്ടുള്ളൂ. എണ്ണ അത്യാവശ്യം നല്ല ലെവലിൽ തിളച്ചാൽ ചില്ലി നമ്മളിട്ട് അങ്ങ് വാരിയെടുക്കും. അത്യാവശ്യം മുരുമുരുന്നതിനൊക്കെ വന്നു കഴിഞ്ഞു. ഗൈസ് എണ്ണയ്ക്ക് അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. ഇതാണ്ടോ പൊട്ടുന്ന ശബ്ദം കേട്ടോ. അപ്പോൾ നമ്മളിതാ ചിക്കൻ ഇതൊന്ന് ഇടാൻ പോവുകയാണ്. ചിക്കൻ ഇട്ടിരുന്നു കണ്ടോ, തിളച്ച് മറിയുന്നുണ്ടോ. ബാലപുത്രന്മാരില്ല. ഇത് കണ്ടോ, നമ്മൾ കളറ് ചേർത്തിട്ടില്ല. കാശ്മീരി ചില്ലിയുടെ ആ കളർ കണ്ടോ, ആ റെഡ് കളറായിട്ട്. നമ്മൾ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. പിന്നെ സ്പെഷ്യൽ ഒരു മസാല ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ മാസ്റ്റർ പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജേഷിത ചില്ലിയൊക്കെ അത്യാവശ്യം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകണം. അത്യാവശ്യം മൂത്ത് വന്നു. 2 പച്ചമുളക് നമ്മളൊന്ന് നടുവിന് മുറിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കണ്ടോ. ഈ കാണാൻ തന്നെ എന്താ എടുത്ത് കഴിക്കണം. നമ്മുടെ ചില്ലിയായി. പാത്രത്തേക്ക് ഇതാണ് നമ്മുടെ മാസ്റ്റർ. പാത്രത്തേക്ക് ഇടാൻ പോണേ. എന്താ കാണാൻ ഓണാണിത്. കണ്ടോ നമ്മുടെ ചില്ലി കണ്ടോ. ഇതിലോട്ട് നമ്മളിതാ പൊട്ടാൻ പോവാൻ. എന്താ ഇനി ഇതിൽ നിന്ന് ഒരു കഷ്ണം നമ്മൾ എടുത്തിട്ട് എന്താ അത് ചൂടുണ്ട്. ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ